ഹായ് വിവൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ദേലമ്പാടി പഞ്ചായത്തിലെ നിയുക്ത പ്രസിഡന്റ് മുസ്തഫ ഹാജി അവർകളാണ്. LDF-ൽ നിന്നും പ്രസിഡന്റായി വന്നു. ഇപ്പോൾ വീണ്ടും UDF-ൽ വന്നിട്ടാകുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം തന്നെ. അപ്പൊ അത് ഒരിക്കലൊരു അങ്ങനെ ഒരു ഭാഗ്യമാണ്, പ്രതീക്ഷിക്കാതെ ആയിരിക്കാം. പക്ഷേ എന്തെങ്കിലും അന്നൊരു UDF പിന്നെ LDF-ൽ നിന്നും ഇറങ്ങിയിട്ടാകുമ്പോൾ പ്രസിഡന്റ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏതെങ്കിലും പാർട്ടിയിൽ വരുന്നില്ല ഒരു പ്രതീക്ഷ, അതിനുള്ള ഒരു പ്രയത്നം ഉണ്ടായിരുന്നു. അല്ല, ഒരു ഭാഗ്യം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിലുള്ള ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ടേമില് പ്രസിഡന്റ്ഷിപ്പ് ഒഴിവാകുമ്പോൾ, കാലാവധി പൂർത്തിയാകുമ്പോൾ രാഷ്ട്രീയം വേണ്ട എന്നുള്ള രീതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ. പിന്നെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധിയിലാണ് വീണ്ടും പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഈ 5 വർഷത്തേക്കുള്ള ഒരു വികസനം എങ്ങനെയും ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ട് ഏകദേശം? ഇനി കണക്ക് കൂട്ടാവല്ലോ പ്രസിഡന്റ്? തീർച്ചയായും ഇനിയിപ്പോ പുതിയൊരു രീതി നമുക്ക് അവലംബിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളെ സേവിക്കുക എന്ന് തന്നെയാണ്. നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കാനുള്ള ഉദ്ദേശമില്ല. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെക്കടയിലുള്ള ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ദേലമ്പാടി പഞ്ചായത്തില് മലയോര പ്രദേശങ്ങളിൽ ഒരുപാട് ന്യൂനതകളുള്ള പഞ്ചായത്ത് വികസനത്തിന്. അപ്പോൾ ആദ്യ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നതിനായിരിക്കും. തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നന്നാക്കാത്ത കുറെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ പ്രസിഡന്റ്ഷിപ്പ് ഒഴിയുമ്പോൾ ആ കാലഘട്ടത്തിൽ ടാറിട്ട മുഴുവൻ റോഡുകളും നല്ല സഞ്ചാരയോഗ്യമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം ആ റോഡൊന്നും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ദേലമ്പാടി ഭാഗത്ത് ഉജമ്പാടി കല്ലുകട്ട റോഡ് അങ്ങനെയുള്ള പ്രത്യേക റോഡ് ഇപ്പൊ നിങ്ങൾ ചെന്ന് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതിലൂടെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അത് അടിയന്തരമായി നന്നാക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ നല്ല വ്യക്തതയുണ്ട്. മാർച്ച് കഴിഞ്ഞ് പുതിയ പ്രൊജക്ട് വന്നാലേ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും എൻ്റെ മനസ്സിൽ അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ വാർഡിലാണ് കൂടുതൽ ഇത് കൊടുക്കുന്നതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചിന്ത മാറ്റിമറിക്കാനുള്ള ഒരു ഇതുണ്ട്, എല്ലാവർക്കും എല്ലാ വാർഡിലും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുവായ വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്നുള്ള രീതിയിൽ ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഭരണപക്ഷ പ്രതിപക്ഷ വാർഡുകൾ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കാം ഞാൻ CPM പുറത്താവാനുള്ള ഒരു കാരണവും. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ ആദ്യം എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി എടുത്തുകൊണ്ട് നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശം, നമുക്കൊരു വാർഡ് ഇന്നാളതോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പില് പിന്നെ നമ്മളെ പ്രതീക്ഷിച്ച വാർഡെല്ലാം നമുക്ക് കിട്ടുകയോ ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യത്തെ ഒരു വാർഡ് നമ്മുടെ ടോസിലാണ് പോയത്. മറ്റ് 1-2 വാർഡുകൾ ചെറിയ വോട്ടിനാണ് പോയത്. പക്ഷെ അവിടെയും നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളുണ്ട്. അവരുടെ സൗകര്യം കൂടി ചെയ്യേണ്ട ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വരും കാലങ്ങളിൽ അതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും അവരൊരിക്കലും തള്ളാൻ പറ്റില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ അങ്ങനെയാണ്. അതല്ലാതെ പൊതുവായിട്ടുള്ള, ഞാനിപ്പോൾ പ്രസിഡന്റായി എന്ന് വെച്ചാലും പൊതുവായി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെ പ്രസിഡന്റാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബാധ്യസ്ഥനാണ് നോക്കാൻ. ദേലമ്പാടി പഞ്ചായത്തിൽ ഇപ്പം ആരോഗ്യ മേഖല നോക്കിയാൽ നമുക്കിപ്പം കിടത്തി ചികിത്സ എന്ന് പറയുന്നത് അതിനുള്ള സൗകര്യം ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഇത് കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സൗകര്യം പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം. കാരണം കൊണ്ട് വന്നാൽ മുള്ള ഏരിയ അങ്ങോട്ട് പോകണം. പത്താളം കിടത്തി ചെയ്യുന്ന ഒരു സൗകര്യത്തിന് നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അതായത് തീർച്ചയായിട്ടും നമ്മൾ അജണ്ടയിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബിൽഡിംഗ് കാര്യങ്ങൾ വന്നതും അത് ഉദ്ദേശത്തിനാണ്. പക്ഷേ സർക്കാരിൽ നിന്നും അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതി നമുക്ക് ലഭിച്ചാലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ സർക്കാർ അനുവദിച്ച് തസ്തിക അനുവദിച്ചാൽ മാത്രമേ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ ഫണ്ട് നമുക്ക് ഏത് രീതിയിലും കണ്ടെത്താം. ഒന്നുകിൽ പഞ്ചായത്തിന് തനതായ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് മറ്റ് പ്രൊജക്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് നല്ല രീതിയിലേക്കുള്ള പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അതിന് സാങ്കേതികമായ അനുമതിയും തസ്തികയും അത് സർക്കാരാണ്. പക്ഷെ സർക്കാരിലേക്ക് മാക്സിമം അതിന്റെ കഴിവിന്റെ അനുസരിച്ച് അതിനുള്ള പ്രഷർ കൊടുക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്ന്, ഈ ആരോഗ്യ മേഖലയ്ക്ക് ബന്ധപ്പെടുമ്പോൾ പറയുമ്പോൾ ദേലമ്പാടി പ്രദേശത്തുള്ള ആളുകൾക്ക് അടൂരിൽ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ദേലമ്പാടിയിലെ ഊജമ്പാടിയിലുള്ള സൗകര്യങ്ങൾ, സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു സബ് PHC എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആലോചിക്കേണ്ടതാണ്. അത് ചിലപ്പോൾ കൊറോണ സമയത്ത്, അന്ന് ആ സമയത്ത് ഞാനായിരുന്നു പ്രസിഡന്റ്.
ആ സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മളവിടെ ഒരു സബ് എന്നുള്ള രീതിയിലേക്ക് ഡോക്ടറെ അവിടെ ഉച്ചവരെ നിയമിക്കുകയും ഇരുത്തുകയും അവിടെ ജനങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന കൂടി നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ മെമ്പർമാരെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ഐഡിയ ഇപ്പം മീറ്റിംഗ് കൂടിയോ ആദ്യമായിട്ട് പഞ്ചായത്തിന്റെ? ഇല്ല, തീർച്ചയായിട്ടും പുതിയ മെമ്പർമാരെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. കാരണം എല്ലാവരും ഒന്നിച്ചു കൂടിയാൽ മാത്രമേ നമുക്ക് പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്താലും അതിനെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കൂ. അതിന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, ഇത് രണ്ടാണ് നമ്മുടെ മുഖ്യ അജണ്ട ആയിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ആ ഒരു അജണ്ട മുൻകാലങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി, ഇപ്പോഴും കേരളത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം നടത്തുന്ന ഒരു രാവിലത്തെ പ്രഭാത ഭക്ഷണം, അത് വളരെ നല്ല രീതിയിലേക്കുള്ള നല്ലൊരു പദ്ധതിയായിട്ടാണ് പോകുന്നുള്ളത്. അത് നല്ല രീതിയിൽ തുടരാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഊജമ്പാടിയിലൊരു സ്കൂള് 127 സ്കൂള് കേരളത്തിലാകെ NGLC സ്കൂളുകൾ അടച്ചുപൂട്ടും. പക്ഷെ അതിൽ 3 നമ്മുടെ പഞ്ചായത്തിലായിരുന്നു. അതിലും ഈ ഊജമ്പാടി സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ 127ലും 1-ാം നമ്പറായി നിൽക്കുന്നതാണ്. അവിടെ 2.5-3 ഏക്കറോളം സ്ഥലങ്ങളുണ്ട്. പഞ്ചായത്തിനകത്തുള്ള ഏറ്റവും വലിയ ഗ്രൗണ്ട് അവിടെയുണ്ട്. മറ്റ് ഹൈസ്കൂളുകൾക്ക് പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഗ്രൗണ്ട് സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിനുള്ള കെട്ടിടങ്ങളുണ്ട്, പിന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, മറ്റെല്ലാ ഭൗതിക സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ ഇപ്പൊ 3-4 തസ്തിക മാത്രം നിയമിച്ച് ഒരു LP സ്കൂളായി ഗവൺമെന്റ് അനുവദിക്കും. അതായിരുന്നു നമ്മുടെ ആവശ്യം. ആ ആവശ്യത്തിനനുസരിച്ച് ഇത് സ്കൂൾ പൂട്ടിയപ്പോൾ തന്നെ, NGLCനെ ഇല്ലാതാക്കിയപ്പോൾ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. ആ ബേസ് വെച്ചിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വർഷമായി. അത് ഞാൻ സ്വയം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ കേസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അനുകൂലമായ ഒരു വിധി വരും എന്നുള്ള രീതിയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതും സർക്കാരിലേക്ക് നമ്മൾ പ്രഷർ ചെയ്തിട്ട് ഒരു LP സ്കൂൾ അവിടെ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അതാണ് മുഖ്യ അജണ്ട ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. പക്ഷെ വിദ്യാഭ്യാസ അവകാശത്തിൽ പറയുന്ന 1 കിലോമീറ്റർ 2 കിലോമീറ്ററിലധികം ഒന്നും പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ നടന്നുപോയോ അല്ലെങ്കിൽ സഞ്ചരിച്ചോ സ്കൂളിൽ പോകാൻ പാടില്ല എന്നുള്ള നിയമവും അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അപ്പൊ അതിനെല്ലാം പിന്നെ തട്ടിക്കളഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇപ്പൊ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ കോടതി വിധിയെങ്കിലും അതിനനുകൂലമായി വന്നാൽ തീർച്ചയായും സർക്കാർ കണ്ണു തുറക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം അടിസ്ഥാന സൗകര്യം നമുക്ക് പറഞ്ഞ വിദ്യാഭ്യാസം, അതിന് ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമായ പൊതു സ്ഥലങ്ങളില്ലാന്ന് ഞാൻ മനസ്സിലാക്കി കൂടുതൽ. കാരണം അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പൊ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഈ പ്രായമായവർക്ക്, പെൻഷനായവർക്ക്, കുട്ടികൾക്കൊക്കെ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടുകൾ വൈകിട്ടാകുമ്പോൾ വന്നിരിക്കാനും ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്ഥലങ്ങൾ ഉണ്ടോ നമുക്ക് പഞ്ചായത്തിൽ? അല്ല, ചില പ്രദേശങ്ങളിൽ സ്ഥലമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ സ്ഥലത്ത് പഞ്ചായത്തിനകത്ത് ആവശ്യമുള്ളിടത്ത് സ്ഥലമില്ല. പക്ഷെ സ്ഥലമുണ്ട്. പക്ഷെ അത് കുറച്ച് ഇന്റീരിയൽ ഏരിയ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിലേക്കുള്ള സ്ഥലമില്ല. ഇപ്പൊ നമ്മള് പ്രധാനമായിട്ട് അടൂർ സെന്ററിൽ 1 ഏക്കർ സ്ഥലം കിട്ടിയാൽ നമുക്ക് മിനി വയോധികർക്കുള്ള ഒരു പാർക്ക്, കുട്ടികൾക്കുള്ള ഒരു പാർക്ക്, ഒരു പ്ലേ ഗ്രൗണ്ട്, ഇതെല്ലാം നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് സ്ഥലം വലിയൊരു ഇതാണ്. അപ്പൊ പഞ്ചായത്തിന് കാശ് മുടക്കി വിലക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഒരു വിഷയമാണ്. അത് സർക്കാരിന് പ്രത്യേക അനുമതി കിട്ടണം. പിന്നെ അതല്ലാണ്ട് നമ്മുടെ മാർക്കറ്റ് വാല്യൂവും പൊതു വാല്യൂ, സർക്കാർ വാല്യൂവും വളരെ വ്യത്യാസമാണ്. അപ്പൊ ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്ന വാല്യൂ വെച്ച് നമുക്ക് സ്ഥലം വിലക്ക് വാങ്ങാൻ കഴിയില്ല. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാർക്കറ്റ് വാല്യൂവിൽ നമുക്ക് സ്ഥലം വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു വലിയ അന്തരത്തിലാണ് നമുക്ക് അടൂർ പോലെ കണ്ണായ പ്രദേശത്ത് നമുക്ക് സ്ഥലം കിട്ടുക. ഇന്റീരിയൽ ഏരിയയിൽ കിട്ടിയത് കൊണ്ട് ആ സ്ഥലത്ത് നമുക്ക് കാര്യമില്ല. പിന്നെ വിനോദസഞ്ചാരത്തിനെല്ലാം കുറെ അധികം സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ ഫോറസ്റ്റും സർക്കാരും അതിനൊരു അനുകൂല നിലപാടെടുത്ത് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. പഞ്ചായത്തിനായിട്ട് ചെയ്യാനുള്ള കൊക്കിലൊതുങ്ങാത്ത കാര്യങ്ങളാണ് എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് സംബന്ധിച്ചിടത്തോളം. പിന്നെ വൃദ്ധന്മാർക്ക് പകൽ വിശ്രമ കേന്ദ്രം, ഞാൻ പ്രസിഡന്റായിരുന്ന ഞാൻ പ്രതിനിധിച്ച വാർഡിൽ ഊജമ്പാടിയിൽ ഒന്ന് ബിൽഡിംഗ് കെട്ടി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഭരണസമിതി 5 വർഷമായിട്ടും അതിനെ തുറന്നു കൊടുക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ
മുമ്പത്തെ ഭരണസമിതി ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ അതവിടെ ചെയ്തു. അവസാന സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു, വൃദ്ധന്മാരെ പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇപ്പോഴും ആ കെട്ടിടം അനാഥമായി കിടക്കുകയാണ്, അത് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് പിന്നെ വൃദ്ധന്മാർക്ക് തുറന്നു കൊടുത്ത് അവരുടെ ഒരു പകൽ വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിയിലേക്ക്. കാരണം ഇപ്പോഴത്തെ പൊതുവായ നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ യഥാർത്ഥത്തുള്ളത് വൃദ്ധന്മാർ ഒറ്റപ്പെടുകയാണ്. വൃദ്ധന്മാരല്ല, ഒരു 65-70 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ആ ജനങ്ങൾ ഒറ്റപ്പെടുക. കാരണം കുട്ടികളോ അല്ലെങ്കിൽ യുവാക്കളോ ആരും അവരെ കെയർ ചെയ്യുന്നില്ല. അതിനൊരു പ്രധാന കാരണം നമ്മുടെ മൊബൈലാണ്. ഈ മൊബൈൽ നോക്കി പിള്ളേർ ഇരിക്കുന്നതല്ലാണ്ട് അച്ഛ അല്ലെങ്കിൽ മുത്തച്ഛ എന്ന് വിളിച്ച് അവരടുത്ത് പോകാൻ കുട്ടികൾ തയ്യാറാവാത്തൊരവസ്ഥ. പഠിപ്പതിന് വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തോ പോകുന്നുണ്ട്. ആ ഒരു വിഷയം കൂടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പകൽ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിയിൽ നിന്ന് ഒരു 11:30 മണി വരെ അവിടെ വന്ന് പേപ്പർ വായിച്ച് കുറച്ച് കഴിച്ച് പരസ്പരം നാലാളിരുന്ന് സംസാരിക്കുമ്പോൾ അതെ. പക്ഷെ അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാൻ അവർക്ക് ആളെ കിട്ടും. അങ്ങനെ വരുമ്പോ അവര് കുറെ സമയങ്ങൾ അതിലെ ഒരു ആസ്വദിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രായം കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് മാനസികമായിട്ട് തോന്നും. അപ്പൊ ആ രീതിയിലേക്കുള്ളൊരു പ്രാരംഭ നടപടി എന്ന രീതിയിൽ കഴിഞ്ഞ മുമ്പത്തെ ഭരണസമിതിയിൽ നമ്മൾ ഊജംപാടി ചെയ്തിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതി പോയില്ല എന്നുള്ളത് ഒരു വിഷമകരമായ കാര്യമാണ്. പകുതിയിൽ വെച്ച ആ വികസനത്തെ വീണ്ടും തുടങ്ങി നല്ല രീതിയിൽ നടക്കട്ടെ. അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുമ്പോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് കൂടുതൽ പറയാനുള്ളത് ജനങ്ങൾക്ക്? കൂടുതൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്റെ മനസ്സിൽ തോന്നുന്നതാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ ഏകദേശം 1000-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും വിറകിനെയാണ് ആശ്രയിച്ചത്. പിന്നെ അവർക്ക് അതിന് വേണ്ട സൗകര്യം, ഇപ്പൊ വിറക് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ ആണ്, പക്ഷെ വിറക് കിട്ടാനുള്ള കാട്ടിപ്പോയി വിറക് പെറുക്കണമെങ്കിൽ തന്നെ ഇപ്പൊ വന്യമൃഗങ്ങളും അതുകൊണ്ട് ആക്രമണം കൊണ്ട് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വനത്തിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 1000-ലധികം വീടുകൾ ഇപ്പോൾ ഏറ്റവും താഴ്ന്നു കിടക്കുന്നവരിൽ ഗ്യാസ് കണക്ഷൻ ഇല്ല. പൊതുവായൊരിത് എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രൊജക്ട് വെച്ച് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചന പ്രധാനമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്നത് പിന്നെ പഴയ കാലത്ത് കൊടുത്ത പല സൗജന്യ ഗ്യാസ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവർ വീണ്ടും ഇപ്പൊ റീഫില്ല് ചെയ്യാൻ അവർക്ക് സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം 1000-ഓളം രൂപ കൊടുത്ത് അവർ റീഫില്ല് ചെയ്യുന്നില്ല. അപ്പൊ അതിനുള്ള അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടും അവരുണ്ട്. പല പ്രദേശങ്ങളിൽ ഇപ്പൊ ഞാൻ ഇലക്ഷന്റെ ഭാഗമായി പ്രചരണത്തിന് പോയപ്പോ ഇങ്ങനെ ഗ്യാസ് കണക്ഷൻ വാങ്ങിയവരുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം വാങ്ങിയ രണ്ടാമത് അവർ റീഫില്ല് ചെയ്ത സിലിണ്ടർ വാങ്ങിയിട്ടില്ല. എന്തെന്ന് ചോദിക്കുമ്പോൾ അതിന് 1000 ഉറുപ്പ മുടക്കണ്ടേ? അപ്പൊ ഞങ്ങൾ അത്യാവശ്യം പറമ്പിൽ കയറി വിറകോ എന്തോ വാങ്ങി ഇപ്പോഴും പുക സൃഷ്ടിച്ച് നടക്കുന്ന കുറെ വീട്ടമ്മമാര് പാവപ്പെട്ടവര് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ വ്യസനപരമായ കാര്യമാണ്. അതിലൊരു പരിധി ചിലപ്പോൾ നമ്മളും അതിൽ ഭാഗമായിരിക്കാം. പക്ഷെ അത് ഇപ്പൊ നമ്മളെ മനസ്സിൽ തട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനെ തിരുത്താനുള്ള സംവിധാനം. അപ്പൊ അവർക്ക് റീഫില്ലിങ് ഒരു വർഷത്തിൽ 5 സിലിണ്ടറെങ്കിലും റീഫില്ലുകൾ ഇപ്പൊ SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടുന്ന ഫണ്ടുകൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് പ്രൊജക്ട് വെച്ച് നമ്മൾ നടപ്പിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം നമ്മളെ മനസ്സിലുണ്ട്. അത് നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് തന്നെയാണ് പ്രധാനമായി പറയുന്നത്. ഇപ്പം പ്രസിഡന്റ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പ്രസിഡന്റിന്റെ ഇപ്പൊ പുതിയ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. 100 കണക്കിന് ആൾക്കാർ ഗ്യാസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, സാധാരണക്കാർ. അവർക്ക് പഞ്ചായത്തിന്റെ ഇതിൽ ഒരു സബ്സിഡിയിലോ സൗജന്യ ഗ്യാസ് എങ്ങനെ കൊടുക്കാന്നുള്ള ഒരു തീരുമാനമാണ്, ഐഡിയ ആണുള്ളത്. തീർച്ചയായും അത്തരം പുതിയ പുതിയ ഐഡിയകളും ആശയങ്ങളും വരട്ടെ. ഈ പഞ്ചായത്തിനെ നല്ല രീതിയിൽ ഭരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ പ്രസിഡന്റ് 5 വർഷം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശിക്കുന്നു.